എവരിവൺ, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ഗിൽഗാൽ ആശ്വാസ ഭവനിലെ ഒരു ഡേ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. അവിടെ ഉള്ള കുറച്ച് കാഴ്ചകൾ മാത്രമേ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ദിവസത്തിലേക്ക് പോവാം. ഇത് കുറച്ച് നാളുകളായി, പക്ഷെ ഇന്നാണ് എനിക്ക് പബ്ലിഷ് ചെയ്യാനൊക്കെ പറ്റിയത്. അപ്പോൾ നമുക്ക് ഈ ഒരു ദിവസം എനിക്ക് പേഴ്സണലി ഒരു ഭയങ്കര സന്തോഷം തരുന്ന ഒരു ദിവസമായിരുന്നു. കാരണം എൻ്റെ ചെറിയ കുട്ടിക്കാലം മുതലേ ഞാൻ കേട്ടിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു. പത്രത്തിലും ഒക്കെ കേട്ടിട്ടുള്ള വായിച്ചിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു. പക്ഷേ അന്ന് മുതലേ എനിക്ക് ഇവിടെ സന്ദർശിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസ്ബൻഡിന് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ക്രിസ് ബേബിയും ഞങ്ങൾ ഒരുമിച്ച് അവിടെ വിസിറ്റ് ചെയ്തു. അവിടെയുള്ള ഒരു കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് ഒരുപാട് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു കാഴ്ചകളൊക്കെ ആയിരുന്നു. അവിടെ ഓരോ വ്യക്തികളുടെ എന്തുവാണ്, അവിടെ ഒരു വ്യക്തിയുടെ പാട്ടും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതായിരുന്നു. എനിക്കത് പറയാൻ വാക്കുകളില്ല. ആ ഒരു ഗിൽഗാൽ ആശ്വാസ ഭവനിന്റെ ഫൗണ്ടറായിരിക്കുന്ന ആ ഒരു ഫാമിലിയും ഒക്കെ ഒത്തിരി ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം അവർക്ക് ആ ഒരു ഡെഡിക്കേഷനും ആ ഒരു സമർപ്പണ ബോധവും ഒക്കെ കൊടുത്തത് കൊണ്ടാണല്ലോ ഒരുപാട് ആൾക്കാർക്ക്, ഒരുപാട് വ്യക്തികൾക്ക് ഒരു ജീവിതത്തിലൊരു പ്രകാശം കൊടുക്കാനായിട്ട് ആ ഒരു ഫാമിലിയെ ദൈവം സഹായിക്കട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാം. ഈ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ ഒരു വ്ളോഗിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്കത് കാണാൻ പറ്റും. നമ്മുടെ ഈ ഒരു വ്ളോഗ് പല ആംഗിളിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. കാരണം ക്രിസ് ബേബി ഓടുന്നതനുസരിച്ച് എൻ്റെ ഈ ക്യാമറയും ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ പല ആംഗിളിലായിരിക്കും. അത് നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. പല മനോഹരമായ കാഴ്ചകളുണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. വളരെ കുറച്ച് കാര്യങ്ങളും അതുപോലെ അവരുടെ പ്രൈവസിയെ മാനിച്ചിട്ടുള്ള കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എനിക്ക് ഈ ഒരു വ്ളോഗിൻ്റെ ഒരു ഓവറോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിൽ ആരെയും എൻ്റെ ലൈഫ് എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള ക്വസ്റ്റ്യൻസോടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കെന്താ എങ്ങനെ സംഭവിച്ചേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എനിക്കാരും ഇല്ലല്ലോ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഈ ഒരു വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ അവർ മസ്റ്റായിട്ട് ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്ര ബ്ലെസ്ഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മളെപ്പോഴും നമ്മുടെ മുകളിലേക്കുള്ള ആളുകളിലേക്ക് നോക്കി വിഷമിക്കാതെ നമ്മുടെ താഴെയുള്ള ആൾക്കാരിലേക്ക്, നമ്മുടെ താഴെ കിടക്കുന്ന ആൾക്കാരിലേക്ക് നമ്മൾ നോക്കുമ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണെന്നുള്ളത്. നമ്മുടെ ലൈഫ് എത്ര ബ്ലെസ്ഡ് ആണ്, നമ്മൾ എത്രമാത്രം നമ്മളെ ദൈവം ബ്ലെസ്ഡ് ആയിട്ടാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് നമ്മളെ അയച്ചേക്കുന്നത് ഈ ജീവിക്കാനായിട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മളെ വേദനിപ്പിക്കുന്നവരിലേക്കും നമ്മളെ വിഷമിപ്പിച്ചവരിലേക്കും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ ബ്ലെസ്സിങ്ങിലേക്ക് നമുക്ക് തന്ന ആ ഒരു ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ഒരു ലൈഫ് ഉണ്ടല്ലോ, അത് നമ്മൾ ഫോക്കസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈഫിന് വേണ്ടി ട്രൈ ചെയ്യുക. അത് മാത്രമാണ് നമുക്ക് ഈ ഒരു ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ. കാരണം ഈ ഒരു അല്പമായിട്ടുള്ള ഈ ഒരു ഭൂമിയിലെ ഈ ഒരു ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാനും നമുക്ക് സ്നേഹിക്കാനും പറ്റുന്ന സമയങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. നമ്മളെ വേദനിപ്പിക്കുന്നവരിലേക്കും നമ്മളെ വിഷമിപ്പിക്കുന്നവരിലേക്കും നമ്മളെ വേട്ടയാടാനായിട്ട് ശ്രമിക്കുന്നവരിലേക്ക് നമ്മൾ നോക്കാതെ അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അവരെ മൈൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പലതും. അപ്പോൾ അങ്ങനെയുള്ളവരിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കാതെ ഈ ഒരുപാട് വിഷമിക്കുന്നവരിലേക്കൊക്കെ നമ്മൾ ഫോക്കസ് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ലൈഫ് എത്രമാത്രം ബ്ലെസ്ഡ് ആണ്, നമ്മൾ എത്രമാത്രം ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളിലേക്ക് ഇങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു ബർത്ത്ഡേയോ അങ്ങനെയൊക്കെയുള്ള സെലിബ്രേഷൻസ് ഒത്തിരി ക്യാഷ് മുടക്കി നിങ്ങളുടെ ഒരു പൈസയൊക്കെ ഇങ്ങനെ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാതെ ഇങ്ങനെയുള്ളവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരെ ഓർക്കുക. ഈ ഒരു സമൂഹത്തിൽ വിഷമിച്ച് കിടക്കുന്നവരെ ഒക്കെ നമുക്ക് ഓർക്കാനായിട്ടുള്ളൊരു സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലെസ്സിങ്ങിലേക്ക് നമ്മൾ നോക്കി ഓരോ ദിവസവും
താങ്ക്സ് പറയുക, നന്ദി പറയുക. എന്നാൽ നമ്മുടെ ലൈഫ് ഒരു വേറൊരു തലത്തിലേക്ക് നമുക്ക് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അവിടെ ഒത്തിരി കാഴ്ചകൾ ഉണ്ടായിരുന്നു. ആ ഒരു പ്രോഗ്രാമിന് പാടുന്ന വ്യക്തികളുടെ പാട്ടുകളും ഒക്കെ എനിക്ക് ഒത്തിരി എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന പാട്ടുകളായിരുന്നു. അപ്പോൾ വളരെ ആ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ എത്ര ബ്ലെസ്ഡ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും അതിന് ദൈവത്തിന് നന്ദി പറയാനും ഒക്കെ ഉള്ളൊരു അവസരമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവരൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ പോകാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സന്ദർശിക്കണം അവിടെ. അതുപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ സൈക്യാട്രിക് പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാർ, പിന്നെ ഓൾഡ് ഏജ് കെയർ ഇതെല്ലാം, അതുപോലെ അൽഷിമേഴ്സ് കെയർ ഇതെല്ലാം ഇവിടെ ഉണ്ട്. പാലിയേറ്റീവ് കെയർ. ഹസ്ബൻഡിൻ്റെ ഒരു മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ക്രിസ് ബേബിയും ഹസ്ബൻഡുമായിട്ട് ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു മീറ്റിംഗ് നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു മീറ്റിംഗ് ആയിരുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് സമൂഹത്തിന് സേവനങ്ങളൊക്കെ ചെയ്യുന്ന ഈ ഒരു ഗിൽഗാൽ ആശ്വാസ ഭവനിലെ കാഴ്ചകളൊക്കെ കണ്ടു. അതിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും വളരെ കുറച്ച് കാര്യങ്ങൾ ഞാനതിലൂടെ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ടീനേജിലായിരിക്കുന്നവർ, അതുപോലെ മധ്യവയസ്കരായിട്ടുള്ളവർ, വാർദ്ധക്യത്തിലായിട്ടുള്ളവർ എല്ലാവരെയും ഒരുപോലെ പരിചരിക്കുന്നതും അവരെ സ്നേഹിക്കുന്നവരെ കെയർ ചെയ്യുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നാറുണ്ട്. ഈ സമൂഹത്തിൽ എത്രയോ അങ്ങനെയുള്ള വ്യക്തികളുണ്ട്, അവരെയൊന്നും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. അവരെ സംരക്ഷിക്കുന്ന നല്ല കുറേ മനുഷ്യരും ഒക്കെ ഉണ്ട്. അവർക്ക് മറ്റ് കാര്യങ്ങളിലൊന്നുമല്ല, ഇവരെ ഒരു മനുഷ്യനെങ്കിലും രക്ഷപ്പെടണം, ഒരു മനുഷ്യനെങ്കിലും സന്തോഷമായിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ഇങ്ങനെയുള്ള ആൾക്കാരും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളും ഒക്കെ നമുക്ക് സമൂഹത്തിന് തരുന്ന ഒരു കാര്യമെന്ന് പറയുന്ന വലിയൊരു സംഭാവന തന്നെയാണ്. ഏറ്റവും പ്രശംസനീയമാണ് അത്. എല്ലാവർക്കും ആ ഒരു സമർപ്പണം ഉണ്ടായി എന്ന് വരത്തില്ല. അപ്പോൾ വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒത്തിരി ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയത്. എൻ്റെ ഈ ഒരു കൗൺസിലിംഗ് സ്റ്റഡി ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയം മുതലേ തന്നെ എനിക്ക് ആ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം, അതുപോലെ അവരെ വിസിറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു.
അപ്പോൾ ഞങ്ങളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്, എൻ്റെ ഈ ഹസ്ബൻഡിൻ്റെ ഒക്കെ ഒരു വിഷൻ ഇങ്ങനെയുള്ള ആൾക്കാരിലേക്ക് നമുക്ക് എത്തണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ ഭാഗമായിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ ലെവലിലും അതുപോലെ തന്നെ പല മേഖലകളിലും നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പം അതിന് എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു ദിവസം ആയിരിക്കാം. നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം ചെയ്ത നന്മകൾക്ക് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മളൊക്കെ എത്ര ബ്ലെസ്ഡ് ആണെന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും വരും. കാരണം ആരോരും ഇല്ലാത്തവർ, അതുപോലെ സഹായിക്കാൻ ആളില്ലാത്തവർ, അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു കാര്യവും ചെയ്യാൻ പറ്റാത്തവർ, ഈ ലോകത്തിലെ കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്തവർ, സന്തോഷം അനുഭവിക്കാൻ പറ്റാത്തവരൊക്കെ ആയിട്ടുള്ളവരുണ്ട്. ഈ ലോകത്ത് ഒന്നും അറിയാൻ പറ്റാതെ ജീവിക്കുന്നവർ, വേദന അനുഭവിക്കുന്നവരൊക്കെ നമ്മൾ ഈ ഒരു സ്ഥാപനത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദൈവം അവരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ ഒരു ഫാമിലിയെയും, അതായത് ഇതിനു വേണ്ടിയിട്ട് സമർപ്പണത്തോടെ നിൽക്കുന്ന ഒരു ഫാമിലിയെയും ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അവർക്ക് ഇനിയും ഒരുപാട് വ്യക്തികളെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Be happy and be cool. Stay blessed. Thank you.